ഇരട്ടിയാർ ഡാമിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. കായംകുളം സ്വദേശി അതുൽ ഹർഷാണ് മരിച്ചത്. കാണാതായ അസൗരീഷിനായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഓണ അവധി ആഘോഷിക്കാനാണ് ഇരട്ടിയാർ ചേലക്കക്കവലിയിലെ തറവാട് വീട്ടിലേക്ക് വളകോട് സ്വദേശി അസൗരീഷും കായംകുളം സ്വദേശി അതുൽ ഹർഷും സഹോദരങ്ങളോടൊപ്പം എത്തിയത്. സഹോദരങ്ങളുടെ മക്കളാണ് ഇരുവരും. ബന്ധുക്കളായ 4 കുട്ടികൾ ചേർന്ന് ഇരട്ടിയാർ ഡാമിലേക്ക് കുളിക്കുവാനായി ഇറങ്ങുകയായിരുന്നു. വീടിന്റെ സമീപത്തുള്ള ഡാമിന്റെ ടണൽ പരിസരത്താണ് കുട്ടികൾ കുളിക്കാനായി എത്തിയത്. 2 പേർ വെള്ളത്തിലിറങ്ങിയതോടെ കാലുവഴുതി അപകടം സംഭവിച്ചു. ഇവർ ഒഴുക്കിൽപ്പെട്ടതോടെ കൂടെയുണ്ടായിരുന്ന കുട്ടികൾ നിലവിളിച്ച് ആളുകളെ കൂട്ടി. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് അതുൽ ഹർഷിനെ ടണലിനു സമീപത്തു നിന്ന് കരക്കെടുത്ത ശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകി. തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 10 മണിയോടുകൂടിയാണ് 2 കുട്ടികൾ ടണൽ ഭാഗത്തെ വെള്ളത്തിലേക്ക് പോയത്. ഇതിലൊരു കുട്ടിയെ ഒരു 10-20 മിനിറ്റിനകം കണ്ടെത്തുകയുണ്ടായി. പക്ഷേ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ കുട്ടി മരണപ്പെട്ടിരുന്നു. മറ്റൊരു കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാണ്. ഇരട്ടിയാർ ടണലിൻ്റെ ഭാഗത്തും അഞ്ചലിലെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലും പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓണ അവധിക്ക് വേണ്ടിയിട്ട് വീട്ടിലെത്തിയതായിരുന്നു. ഒരു കുട്ടി കായംകുളത്തുള്ളതും ഒരു കുട്ടി ഉപ്പുതറ സ്വദേശിയുമാണ്. നമുക്ക് ഏതായാലും വളരെയേറെ വേദനാജനകമായ ഒരു സംഭവമായി പോയി. അപ്പോൾ ഒരാളെ കിട്ടി. കുട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്ക് മരിച്ചിരുന്നു. ഒരു കൊച്ച് കാല് വഴുതി പോയപ്പോൾ മറ്റേ കൊച്ച് രക്ഷിക്കാനായി ചാടിയതാണ്. ആ കൂടുതലുണ്ടായിരുന്ന കൊച്ച് ഈ 2 പേര് കുട്ടികൾ പോകുന്ന കണ്ടുകൊണ്ട് നാട്ടുകാരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ആ കൊച്ചു അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ആർക്കും അറിയാൻ കഴിയില്ലായിരുന്നു. ആ 2 പിള്ളേരെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. ബഹളം വെച്ച് നാട്ടുകാരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ആ 2 പിള്ളേർ പോയതായി ഞങ്ങൾ മനസ്സിലാക്കിയത്. കൂട്ടത്തിലുണ്ടായിരുന്ന അസൗരീഷിനെ കണ്ടുകിട്ടിയില്ല. നാട്ടുകാരും തുടർന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇരട്ടിയാർ ഡാമിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കാണാതായതോടെ അഞ്ചുരുളി ടണൽ പരിസരത്തേക്കും തിരച്ചിൽ നീട്ടി. തിരച്ചിലിനായി സ്കൂബ ടീമും എത്തിയിട്ടുണ്ട്. കായംകുളം സ്വദേശി പൊന്നപ്പന്റെയും രജിതയുടെയും മകനാണ് മരിച്ച അതുൽ ഹർഷ്. ഉപ്പുതറ സ്വദേശി രതീഷ് സൗമ്യ ദമ്പതികളുടെ മകനാണ് കണ്ടെത്താനുള്ള അസൗരീഷ്. കുട്ടിക്കായുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. എറണാകുളത്തു നിന്നും എത്തിച്ച നൈറ്റ് വിഷൻ ഡ്രോണുകൾ ഉപയോഗിച്ചും പരിശോധന നടത്താൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. അടുത്ത ദിവസം കുട്ടിക്കായുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കും. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിൽ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330004447 അല്ലെങ്കിൽ 8330044821.